അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന സുനിത വില്യംസിനെയും ബൂച്ച് വിൽമോറിനെയും തിരിച്ചു കൊണ്ടുവരാനുള്ള മടക്കം ആ യാത്ര വൈകും എന്നാണ് മധു കൊട്ടാരക്കര റിപ്പോർട്ട് ചെയ്യുന്നത്. ലോഞ്ചിങ് പാഡിലെ സാങ്കേതിക പ്രശ്നമാണ് കാരണം. സ്പേസ് ക്രൂ 10 ദൗത്യം മാറ്റിവെച്ചു എന്ന അറിയിപ്പ് വന്നു. പുതിയ തീയതി നാസ പ്രഖ്യാപിച്ചിട്ടുമില്ല. മധു കൊട്ടാരക്കര അമേരിക്കയിൽ നിന്ന് ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. ശരിക്കും എന്നേക്കത്തേക്ക് ഇനി വീണ്ടും തയ്യാറെടുപ്പുകൾ നടത്താൻ കഴിയുമെന്ന കാര്യത്തിൽ നാസയ്ക്ക് കണക്കൂട്ടലില്ലേ? ഗുഡ് മോർണിംഗ് SKN. വളരെ പ്രതീക്ഷയോടെ ഇരുന്ന ഒരു ദിനമായിരുന്നു ഈ ബഹിരാകാശ ദൗത്യത്തിന്റെ അവസാന നിമിഷം ഉണ്ടായ ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ വന്നതോടുകൂടിയാണ് ബഹിരാകാശത്ത് കുടുങ്ങിപ്പോയ സുനിത വില്യംസിന്റെ ഈ മടങ്ങി വരവ് നീളുമെന്നുള്ള ഈ വാർത്ത വരുന്നത്. നാസയും സ്പേസ് എക്സും സംയുക്തമായി നടത്താനിരുന്ന ക്രൂ10 ബഹിരാകാശ ദൗത്യമാണ് അവസാന നിമിഷമുണ്ടായ ഈ സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലുള്ള ക്രൂ മെമ്പേഴ്സിനെയൊക്കെ തിരികെ എത്തിക്കുന്ന ഒരു ദൗത്യത്തിന്റെ ഭാഗമായിട്ടായിരുന്നു സുനിതയും സഹയാത്രികനായ ബുച്ച് വിൽമോറിനെയും ഇതോടൊപ്പം ഭൂമിയിൽ എത്തിക്കാനുള്ള ഒരു പദ്ധതി നാസ ഇട്ടത്. മാർച്ച് 26-ാം തീയതി ആയിരുന്നു ഈ ബഹിരാകാശ ദൗത്യം ആദ്യം നാസ പ്ലാൻ ചെയ്തെങ്കിലും ഡൊണാൾഡ് ട്രംപും എലോൺ മസ്കും ഇടപെട്ടതോടുകൂടിയാണ് ഈ ദൗത്യം നേരത്തെ ആക്കിയത്. അവരന്ന് പറഞ്ഞത് ബൈഡന്റെ പിടിപ്പുകേട് കാരണമാണ് ഇരുവരും ഇത്ര നാൾ അവിടെ തങ്ങേണ്ടി വന്നു എന്നായിരുന്നു. ബോയിങ് സ്റ്റാർലൈനർ പേടകത്തിൽ ബഹിരാകാശത്ത് ആയിരുന്നു ഈ സുനിതയും ബുഷും എത്തിയത്. പക്ഷേ ഈ പേടകത്തിന് തകരാർ സംഭവിച്ചതോടെ കഴിഞ്ഞ 9 മാസമായിട്ട് തിരികെ എത്താൻ സാധിക്കാതെ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ റോക്കറ്റിന്റെ വിക്ഷേപണ തറയിൽ അവസാന നിമിഷം കണ്ടെത്തിയ ഒരു തകരാറാണ് ദൗത്യം മാറ്റിവെക്കുവാൻ കാരണമായത് എന്നാണ്. അടുത്ത ദൗത്യം എന്ന് നാസ കൃത്യമായി വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും അധികം താമസിയാതെ തന്നെ തകരാർ പരിഹരിച്ച് ദൗത്യം പുനരാരംഭിക്കുവാൻ സാധിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. ഏറ്റവും ഒടുവിൽ നാസ പറയുന്നത് മാർച്ച് 17-ാം തീയതി തിങ്കളാഴ്ച രാവിലെ ബഹിരാകാശത്ത് നിന്ന് സുനിതയും ബുച്ച് വിൽമോറും മറ്റ് സംഘാംഗങ്ങളും തിരികെ ഭൂമിയിൽ എത്തുമെന്നാണ്. ജൂണിൽ ആയിരുന്നു ബഹിരാകാശത്തെത്തിയ സുനിതയുടെയും ബുച്ചിന്റെയും ഈ മടങ്ങിവരവ്. അന്ന് ഈ ബോയിങ് പേടകത്തിന്റെ പ്രൊപ്പൽഷൻ സിസ്റ്റത്തിൽ ഉണ്ടായ തകരാറിനെ തുടർന്ന് നാസ അവർക്ക് തിരിച്ചു വരാനുള്ള അനുമതി നിഷേധിച്ചത്. SKN. ഓക്കെ, മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സുനിത വില്യംസും അതുപോലെ ബൂച്ച് വിൽമോറും അവർക്ക് എത്രയും പെട്ടെന്ന് മടങ്ങാൻ അവസരം കിട്ടട്ടെ. കാര്യം ഇത്രയും മാസങ്ങൾ ബഹിരാകാശ നിലയത്തിൽ കഴിയുകയാണെങ്കിൽ മടങ്ങി വരുമ്പോൾ അവർക്ക് ശാരീരികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അന്തരീക്ഷ മർദ്ദത്തിലേക്ക് കയറുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഗൗരവത്തോടെ ശാസ്ത്രലോകം കാണുന്നുണ്ട്.